ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് റമദാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറേ ദിവസമായി. ഇന്നാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. എൻ്റെ വീട്ടിലത്തെ ഒരു നനച്ചുകൊടി പരിപാടിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തന്നെ അടുക്കളയായിരുന്നു. അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. കാരണം കൂടുതൽ പണി ഉണ്ടാകുന്നത് അടുക്കളയിലാണല്ലോ. അപ്പോൾ ഈ പൊടി സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വൃത്തിയാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മക്കാണെങ്കിൽ ഇതേപോലെ കുറേ പാത്രങ്ങളുമാണ് കേട്ടോ അങ്ങനെ പൊടി സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത്ര ക്രേസാണ് കുക്കിങ്ങിനോട്. അതുകൊണ്ട് തന്നെ കുറേ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം വൃത്തിയാക്കാണ്. ഉമ്മാൻ്റെ റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ റൂം വൃത്തിയാക്കാണ് കേട്ടോ. ഈ റൂം വൃത്തിയാക്കാൻ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കാരണം എല്ലാ ആക്രിബിക്രി സാധനങ്ങളും ഷെൽഫിലുണ്ടാവും. ഉമ്മാൻ്റെ റൂമിലാകുമ്പോൾ അത്രക്കൊന്നും ഉണ്ടാവില്ല. ഈ റൂമിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ഞാൻ പോയതിന് ശേഷം പിന്നെ നല്ല മറിക്കി നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഈ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആങ്ങള. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വൃത്തിയാക്കാനുണ്ടാവും. അതിനെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവയ്ക്കാൻ കേട്ടോ. ഷെൽഫ് കണ്ടില്ല, നല്ല കോലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം വൃത്തിയാക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ട് ആശ്വസിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് മാറാല തട്ടലാണ്. അപ്പോൾ മാറാലൊക്കെ ഒന്ന് തട്ടി നല്ല വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ ജനലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഈ ജനലിൻ്റെ അപ്പുറത്ത് കുറേ മണ്ണായത് കൊണ്ട് കാറ്റത്ത് ഇങ്ങനെ പൂഴി പാറിട്ട്. അതുകൊണ്ട് തന്നെ ജനമൊക്കെ പെട്ടെന്ന് തന്നെ പൊടിയാവും. നമ്മളിപ്പോൾ എത്ര തുടച്ചാലും അങ്ങനെ പെട്ടെന്ന് പൊടിയാവും. അതേപോലെ ഒരു പ്രാന്തുള്ള ഒരു പണിയാണ് നമ്മുടെ ഈ അലമാരുടെ മേലെ ഉള്ള പൊടി തട്ടൽ. കാരണം നമുക്ക് എത്തൂല അറ്റത്ത് ഇങ്ങനെ എടുത്ത് തുടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറേ പൊടി ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് വീണ്ടും ജെല്ല് ഒന്നും കൂടെ തുടക്കേണ്ടി വന്നു. കാരണം ആ പൊടിയൊന്നും പോയതിൻ്റെ ഈ ജെല്ലുമ്മക്കാണ് ഒക്കെ വീണത്. അങ്ങനെ നമ്മളിതാ വീണ്ടും നമ്മുടെ ഈ അടുത്ത പൊടി തട്ടലും വാറാമല തട്ടലൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ജെല്ലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നല്ല ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ. ഈ ജെല്ലുമ്മക്ക് അങ്ങനെ പൊടിയൊന്നും ആവാറില്ല. മാറാൽ ഇങ്ങനെ ചെടക്ക് ഇങ്ങനെ കൂടുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തട്ടിക്കൊട്ടി എന്നാലും തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് പണികൾ. നമ്മുടെ ഷെൽഫ് വൃത്തിയാക്കൽ. അങ്ങനെ നമ്മുടെ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഷെൽഫിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെയോ ബില്ലുകളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ എന്തായാലും ഒഴിവാക്കി വെച്ചിട്ട് നമുക്കതാ നമ്മുടെ ഇങ്ങടിക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ മേക്കപ്പും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഞാൻ വന്ന ഉടനെ തന്നെ ഇങ്ങനെ അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തും കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ഷെൽഫൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചു പൊട്ടി വാരാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. റൂം ഉണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് കിടക്കണത്. നിലം ഇനിയിപ്പോൾ എല്ലാം അടിച്ചു വാരിയതിന് ശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ വെച്ചാൽ വൃത്തിയാക്കലൊക്കെയാണ് കേട്ടോ. കുറേ വൃത്തിയാക്കാനുണ്ട്. കാരണം ഇങ്ങനെ കുറേ പൊടികളും മാറാലിയും അതുപോലെ തന്നെ വേസ്റ്റ് സാധനങ്ങളാണ് നമ്മൾ ഒഴിവാക്കാനുള്ള കുറേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് സാധനങ്ങൾ എപ്പോഴും വീട്ടിലേക്ക് എടുത്തെടുത്ത് വെക്കണേക്കാളും നല്ലത് അപ്പോൾ കൈയോട് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മളിതാ ഇതേപോലെ കട്ടിലിൻ്റെ ഈ സൈഡൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പോണതാണ്. എപ്പോഴും ഇങ്ങനെ പൊടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ തുടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാണ്. ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കാനുണ്ട്. അങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ലൈറ്റ് ഒരു കളറാണ്, അടിപൊളിയാണ് കാണാൻ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് കഴുകാനിടണം. അങ്ങനെ നമ്മളിത് ആ ബെഡൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. മറ്റേ ബെഡിൻ്റെ കവറാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് അല്ലേ, ഒരു എസ്തറ്റിക് ലുക്കില്ലേ. അങ്ങനെ അതൊക്കെ അതിന് ശേഷം അടുത്ത ബെഡ്ഷീറ്റ് നമ്മൾ വിരിച്ചു. ഈ റൂം എപ്പോഴും ഒരു ബ്ലൂ ആണ് കേട്ടോ കാണാൻ. നമ്മുടെ കേർട്ടൻസ് ആണെങ്കിലും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ അങ്ങനെ ഒരു ബ്ലൂവിലാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് റൂമുകളിൽ എപ്പോഴും വൈറ്റ് പെയിൻ്റ് ഇതാക്കി പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു വൈബാണ് കേട്ടോ ഇഷ്ടം. റൂമിൽ പെയിൻ്റ് അടിക്കണമെന്ന് വലിയ താല്പര്യമില്ല. പക്ഷേ കുറച്ചും കൂടെ നല്ല അടിപൊളിയാക്കി കൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ലീഫിൻ്റെ ഇങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ തൂക്കിയിടാൻ പാകത്തിനുള്ള, അതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ബോർഡിന് ഒരു നനച്ചുകൂടി നടത്താം. കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മേക്കപ്പിൻ്റെ ഒക്കെ. അതിനുശേഷം എന്താ അതാണ് എൻ്റെ പിക്കാച്ചുവിനെ ഞാൻ അടിപൊളിയാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. അതിന് ബ്രേക്കിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പേരക്കാണ് കഴിക്കുന്നത്. പേരക്കയിൽ ഞാൻ ഉപ്പും മുളക് പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പണിയായിരുന്നു. കാരണം നമ്മളെല്ലാ ചെയറും പുറത്തേക്ക് എടുത്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ നല്ല കഴുകലും വൃത്തിയാക്കലൊക്കെയാണ്. പിന്നെ നമ്മുടെ സോഫൻ്റെ കവറും അതുപോലെ തന്നെ പുതപ്പും ഒക്കെ തിരുമ്പിയിട്ടിട്ടുണ്ട്. എല്ലാം കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെയറുകളൊക്കെ. പിന്നെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് സെറ്റാക്കിയ ശേഷം നമ്മുടെ ചെടികളെയും കൂടി ഒന്ന് നല്ല വൃത്തിയാക്കി ഒന്ന് നനച്ച് കുളിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.